സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതിനാവശ്യമായ സംഭാവനകൾ നൽകണം, പരസ്യങ്ങൾ നൽകണം. മാക്സിമം ഇത് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞങ്ങൾ സാമൂഹ്യമായ രാഷ്ട്രീയമായ വിവിധ വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഇതിൽ കേരളത്തിലെ കരാർ ജീവനക്കാരുടെയും സർക്കാർ ജീവനക്കാരുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾ ഗൗരവമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം, ഇന്നത്തെ മറ്റൊരു വിഷയമെന്ന് പറയുന്നത്, വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഒരു ഭൂതമുണ്ട്, കുടത്തിലിരുന്നൊരു ഭൂതമുണ്ട്. അത് ശരിക്കും ഭൂതം തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധി പുറത്തു വിട്ടാലും ഇല്ലെങ്കിലും രാജ്യത്ത് കള്ളവോട്ടുണ്ട്, ഇരട്ട വോട്ടുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി അത് പുറത്തുവിട്ടപ്പോൾ ഇപ്പോഴത് BJP മാത്രമല്ല അടിക്കുന്നത്, തിരിച്ചടിച്ച് വന്നു തുടങ്ങി. അത് ഇപ്പുറത്തേക്ക് അടിച്ചു തുടങ്ങി കാറ്റ്. സോണിയാഗാന്ധിക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് വോട്ട് ചെയ്തിരുന്നു, വോട്ടേഴ്സ് ലിസ്റ്റിൽ എങ്ങനെ പേര് വന്നു എന്നുള്ള അതീവ ഗുരുതരമായ ഒരു വിഷയം BJP ആരോപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് 93,000 വോട്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ അവിടെ ചേർത്തിരിക്കുന്നത് എന്നാണ് അടുത്ത ആരോപണം. ഇന്നലെ ശോഭാ സുരേന്ദ്രൻ വന്ന് ആരോപിച്ചിട്ടുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ട് എന്നാണ് ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരട്ട വോട്ടുകളും ഒരുപാട് വോട്ടുകളുടെയും പുതിയ കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേതാക്കൾക്ക് പല സ്ഥലത്തും വോട്ടുണ്ട്. ഇന്നലെ വി മുരളീധരൻ പറഞ്ഞതുപോലെ 6 മാസക്കാലം ഒരിടത്ത് പോയി താമസിച്ചാൽ അവിടെ വോട്ട് ചേർക്കാം. അതാണ് നമ്മളെ വോട്ട് നിയമം. അതൊക്കെ ഇനി മാറേണ്ടി വരുമായിരിക്കാം. നമുക്കൊരു TN സ്റ്റേഷനെ കാണേണ്ടതുണ്ട്, ഇനി TN സ്റ്റേഷൻ വരേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കള്ളത്തരമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടേണ്ടത് തന്നെയാണ് തീർച്ചയായും. അപ്പോഴും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. CPM-നെതിരെ അതിശക്തമായ ആരോപണമാണ് കോൺഗ്രസ് വെച്ചിട്ടുള്ളത്. CPM കള്ളവോട്ട് ചേർത്തു വന്ന്, കോൺഗ്രസ് കള്ളവോട്ട് ചേർത്താണ് ജയിച്ചതെന്ന് CPM-ഉം ആരോപണം വെച്ചിട്ടുണ്ട്. അങ്ങനെ BJP, കോൺഗ്രസ്, CPM, CPI ഈ ഘടകകക്ഷികൾ ഈ കക്ഷികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, 10,000-കണക്കിന് വോട്ടിൻ്റെ കള്ളവോട്ടിൻ്റെ കഥ പറയുമ്പോൾ സുരേന്ദ്രൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു MLA പോലും ഇല്ലാതിരുന്ന BJPക്ക് എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ പോയി 60,000 വോട്ട് ചേർക്കാൻ പോയത്? ഇവരെല്ലാം എവിടെ പോയിരുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അത് തിരിച്ച് ഈ BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിലും കറക്റ്റാണ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ BJP ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ കാര്യത്തിലും കറക്റ്റാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തകർ എവിടെ പോയി? അവർ റീൽസ് ഇട്ട് കളിക്കുന്നു, മുകളിൽ പോയി ഗ്രൂപ്പ് കളിക്കുന്നു, അവർ പെട്ടിയെടുക്കാൻ നടക്കുന്നു, സംസ്ഥാന ഓഫീസുമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ജില്ലാ ഓഫീസുകളായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ജനങ്ങളുടെ ഇടയിലില്ല. ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം കള്ളവോട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. അത് കണ്ടുപിടിക്കാൻ കഴിയാത്തത് CPM പോലുള്ള പാർട്ടിയുടെ പരാജയമാണെന്ന് MA ബേബി സമ്മതിക്കണം. കോൺഗ്രസിൻ്റെ പരാജയമാണെന്ന് അവരും സമ്മതിക്കണം. BJPയുടെ പരാജയമാണെന്ന് BJP സമ്മതിക്കേണ്ടി വരും. എല്ലാവരും ഇത് സമ്മതിക്കേണ്ടി വരും. കാരണം നിങ്ങൾ ഗ്രൗണ്ടിലില്ല. ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് വരുമ്പോൾ അത് പരിശോധിച്ച് ഇരട്ടി വോട്ടുകളെല്ലാം നിങ്ങൾക്ക് വെട്ടിക്കളയാൻ കഴിയുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇപ്പോൾ സോണിയാഗാന്ധിയും ഇതിനകത്ത് ചെന്ന് പെട്ടിരിക്കുകയാണ്. ഇനി ആരൊക്കെയാണ് വരാനിരിക്കുന്നത് നമുക്കറിയില്ല. എല്ലാം കാത്തിരുന്ന് കാണാം. കാലം തെളിയിക്കട്ടെ സത്യമേത് മിഥ്യേതെന്ന്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറിക്കഴിഞ്ഞു. ഇനി തെരുവുകളിലാണ് ഇതിൻ്റെ പോരാട്ടം നാം കാണാൻ പോകുന്നത്.